പണം ഇരട്ടിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും വിശ്വസ്തമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പോസ്റ്റ് ഓഫീസിലെ കിസാൻ വികാസ് പത്ര. ഇതിനെ നമ്മൾ ചുരുക്കത്തിൽ KVP എന്ന് വിളിക്കും. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള പദ്ധതിയല്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. 2026 ഇതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നും നിങ്ങളുടെ പണം എങ്ങനെ ഇരട്ടിയാകുമെന്നും നമുക്ക് നോക്കാം. എന്താണ് ഈ കിസാൻ വികാസ് പത്ര? പേര് കേട്ടിട്ട് ഇത് കർഷകർക്ക് മാത്രമുള്ളതാണെന്ന് കരുതരുത്. ഇന്ത്യയിലുള്ള ഏതൊരു സാധാരണക്കാരനും ഇതിൽ പണം നിക്ഷേപിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സുരക്ഷ തന്നെയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പണം ഒരെണ്ണ പോലും നഷ്ടപ്പെടില്ല. പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് പണം ഇരട്ടിയാക്കാൻ എടുക്കുന്ന സമയത്തിലും മാറ്റം വരാം. നിലവിലെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഏകദേശം 9 വർഷവും 5 മാസവും കൊണ്ട് നിങ്ങളുടെ പണം ഇരട്ടിയായി തിരികെ കിട്ടും. ആർക്കൊക്കെ ഇതിൽ ചേരാമെന്ന് നമുക്ക് നോക്കാം. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും സ്വന്തം പേരിലോ അല്ലെങ്കിൽ മറ്റൊരാളുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ടായോ ഇതിൽ ചേരാം. ഇനി കുട്ടികളുടെ പേരിലാണ് എടുക്കുന്നതെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് അപേക്ഷ നൽകാം. ഇതിൽ നിക്ഷേപിക്കാൻ വലിയ തുക വേണമെന്നില്ല. വെറും 1000 രൂപ മുതൽ നിങ്ങൾക്ക് നിക്ഷേപം തുടങ്ങാം. എത്ര രൂപ വേണമെങ്കിലും ഇതിൽ നിക്ഷേപിക്കാം. പരമാവധി ഇത്രയേ പാടുള്ളൂ എന്ന് പരിധിയുമില്ല. ഇനി ഇതിന്റെ ലാഭം എങ്ങനെയാണെന്ന് ഒരു ഉദാഹരണം വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് 1 ലക്ഷം രൂപ കിസാൻ വികാസ് പത്രയിൽ നിക്ഷേപിച്ചാൽ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തിരികെ ലഭിക്കും. പലിശയും മുതലും എല്ലാം ചേർത്ത് ഇരട്ടി തുക നിങ്ങളുടെ കയ്യിലെത്തും. ഇതിനായി പോസ്റ്റ് ഓഫീസിൽ ചെന്ന് KVP ഫോം പൂരിപ്പിച്ച് നൽകണം. കൂടെ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ എന്നിവ കരുതണം. പണം നിക്ഷേപിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇത് സൂക്ഷിച്ചു വെക്കേണ്ടത് വളരെ പ്രധാനമാണ്. ചിലർ ചോദിക്കാറുണ്ട്, കാലാവധിക്ക് മുൻപ് പണം പിൻവലിക്കാൻ പറ്റുമോ എന്ന്. ഇതിന് 2.5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. അതായത് നിക്ഷേപിച്ച് 2.5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം പിൻവലിക്കാം. പക്ഷേ കാലാവധി തീരുന്നത് വരെ കാത്തിരുന്നാൽ മാത്രമേ ഇരട്ടി തുക എന്ന ഗുണം പൂർണ്ണമായും കിട്ടുകയുള്ളൂ. കാലാവധിക്ക് മുൻപ് പിൻവലിച്ചാൽ അന്നത്തെ പലിശ നിരക്ക് അനുസരിച്ചുള്ള തുക മാത്രമേ ലഭിക്കൂ. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നികുതിയെക്കുറിച്ചാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് നികുതി നൽകേണ്ടി വരും. നിക്ഷേപിക്കുന്ന സമയത്ത് 80C പ്രകാരമുള്ള നികുതി ഇളവ് ഇതിൽ ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് വലിയ തുക നിക്ഷേപിക്കുന്നവർ ഈ കാര്യം കൂടി പരിഗണിക്കണം. 2026 നിയമങ്ങൾ അനുസരിച്ച് പാൻ കാർഡ് നിർബന്ധമാണ്. വലിയ തുക നിക്ഷേപിക്കുമ്പോൾ വരുമാന സ്രോതസ് കാണിക്കേണ്ടി വന്നേക്കാം. അപേക്ഷിക്കുമ്പോൾ നോമിനിയുടെ പേര് ചേർക്കാൻ മറക്കരുത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ പോസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കണം. രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ പണം ഇരട്ടിയാക്കാൻ ഇതിലും സുരക്ഷിതമായ മറ്റൊരു വഴിയില്ല. സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം.